ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മാസങ്ങളല്ല 3-4 മാസങ്ങളായി UK അല്ലെങ്കിൽ അയർലൻഡ് എന്ന രാജ്യങ്ങളിലേക്ക്, ഒരു സ്ഥലത്തേക്കെന്ന് തന്നെ വേണേൽ പറയാം, ന്യൂസിലൻഡോ ഒരു കൺട്രിയിലേക്കും നമ്മൾക്ക് നഴ്സുമാർക്ക് പോകുവാനായി സാധിക്കുന്നില്ല. എല്ലാത്തരം പ്രോസസ്സിങ്ങും ഒരുവിധം സ്ലോ മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ നേഴ്സുമാരും അപ്സെറ്റ് ആയിരിക്കുകയാണ്. ഞാൻ 1-2 കോളേജുകളിൽ കുറച്ച് കുട്ടികളുമായി സംസാരിച്ചപ്പോൾ, കുറെ ഹോസ്പിറ്റലുകളിലെ കുറച്ച് നഴ്സുമാരുമായും സംസാരിച്ചപ്പോൾ, ഇവർക്കൊക്കെ ഒരുപാട് തവണ OET അല്ലെങ്കിൽ IELTS എഴുതി റിക്വയർഡ് സ്കോർ ഉണ്ടായ കുട്ടികൾക്കും പോകാൻ സാധിക്കാത്തത് കണ്ടതുകൊണ്ട് ഞങ്ങൾ പഠിക്കേണ്ട എന്ന് തീരുമാനിച്ചു. മറ്റൊരാൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ എൻ്റെ വഴി സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അത് ഒരു ശരിയായ നിലപാടാണോ? ഒരിക്കലുമല്ല. നമ്മളുടെ സമയമാവുമ്പോഴേ നമുക്ക് എങ്ങോട്ടേലും മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വേറൊരാള് പോയില്ല എന്ന് വെച്ച് നമ്മളുടെ പോക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിലേക്കുള്ള പ്രോസസ്സിംഗ് തികച്ചും സ്വല്പം സ്ലോ ആണ്. അവിടുത്തെ UK-യിലാണെങ്കിൽ അവിടുത്തെ പുതിയ പുതിയ നിയമങ്ങൾ വരുന്നത് കൊണ്ട് നമ്മൾ വളരെ ഫാസ്റ്റായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ ഓരോരോ തടസ്സങ്ങൾ, അവരുടെ പുതിയ നിയമങ്ങൾ കാരണം നമ്മൾക്കത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ച് പോകുന്ന പ്രോസസ്സിങ് ക്യാൻസൽ ആയി പോകുന്നില്ല. നിങ്ങൾക്ക് പോകുവാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന ഒരു ചാൻസ് ഇല്ല. അതല്ലാതെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നിർത്തിപ്പോയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് COS വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു അപ്ഡേഷൻ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേഷനാണ്. ഏത് ഏജൻസിയും ആയിക്കൊള്ളട്ടെ, എല്ലാ ഏജൻസികളും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ COS ഇഷ്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്. COS ഇഷ്യൂ ചെയ്യാൻ ഒരു 15 to 30 days കൂടി ഡിലേ ആകും. സോ നിങ്ങൾ കുറച്ച് സമാധാനത്തോടെ നിങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ ആ ഏജൻസിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതൊരു ഏജൻസി പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരു എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്യിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ആ എഗ്രിമെന്റ് നന്നായി വായിച്ചു നോക്കുക. അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് മുഴുവനും അവർ പാലിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരായി നമുക്ക് നിയമ നടപടി എടുക്കുവാൻ സാധിക്കും. അവർ പറഞ്ഞ ആ കണ്ടീഷൻസ് അവർ പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്ക് ശബ്ദമുയർത്തുവാൻ സാധിക്കുകയില്ല. സോ നമ്മൾക്ക് വേണ്ടത് തികച്ചും പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. ക്ഷമയോടെ നിങ്ങൾ